കെഎസ്ഇബി ജീവനക്കാർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോഴിക്കോട് തിരുവമ്പാടിയിലെ റസാഖിന്റെ കുടുംബം. 2 ജീവനക്കാർക്കെതിരായ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശിവസൂര്യൻ വന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് തന്നെ ഉണ്ടാവും അല്ലേ? മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അങ്ങനെ തന്നെ. അതേസമയം ഓഫീസ് അതിക്രമത്തിനെതിരെ തിരുവമ്പാടിയിൽ കെഎസ്ഇബി ജീവനക്കാർ പ്രതിഷേധിക്കുകയാണ്. റസാഖിന്റെ കുടുംബം നൽകിയത് കള്ളക്കേസാണെന്ന് കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ഉപകരണങ്ങളും ഫർണിച്ചറുകളും തല്ലിത്തകർക്കുക, കമ്പ്യൂട്ടർ തല്ലിത്തകർക്കുക തുടങ്ങിയ ഉപദ്രവങ്ങളും ആക്രമണങ്ങളുമാണ് അവിടെ ഉണ്ടായത്. പോലീസിനെ വിവരമറിയിച്ച് പോലീസ് വന്ന് കസ്റ്റഡിയെടുത്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പോലീസിന്റെ സാഹചര്യത്തിൽ പോലും വൈദ്യുതി ബോർഡ് ജീവനക്കാരെ കൊല്ലുമെന്ന രൂപത്തിലുള്ള ഭീഷണി മയക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഇത്രയും ദാരുണമായ സംഭവങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിലും വൈദ്യുതി ബോർഡ് ജീവനക്കാർക്കെതിരെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കെ വി രാഹുൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാഹുൽ, കെഎസ്ഇബി ജീവനക്കാർ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. അവർ വലിയ തോതിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്നലെ വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകിയെങ്കിലും സമരവും ആയി നിയമ നടപടികളുമായി കെഎസ്ഇബി മുന്നോട്ടാണ്. ഇരു വിഭാഗവും വിട്ടുവീഴ്ചയ്ക്കില്ല. മാധു, നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് റസാഖിന്റെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നത്. അതായത് വിച്ഛേദിച്ച് 30 മണിക്കൂറിലധികം കഴിഞ്ഞതിന് ശേഷം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വന്നു. അതിന് മുൻപിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് കെഎസ്ഇബി വിധത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നത്. അതിനു മുൻപ് തന്നെ ഒരു സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് ഇനി അക്രമം കാണിക്കില്ല. ഇതുവരെ ഈ കെഎസ്ഇബി ഓഫീസിൽ നടത്തിയ അതിക്രമങ്ങളിൽ മക്കൾ നടത്തിയ അതിക്രമങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്ന സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് കുടുംബം തയ്യാറായില്ല. അതിനൊക്കെ ശേഷമാണ് കെഎസ്ഇബിക്ക് വൈദ്യുതി പുനഃസ്ഥാപിക്കേണ്ടതായി വന്നത്. രാത്രി 8:30 വീട്ടിൽ വൈദ്യുതി എത്തിയത്. എന്തായാലും കുടുംബത്തിൻ്റെ പരാതിയിൽ, അതായത് റസാഖിൻ്റെ ഭാര്യ മറിയത്തിൻ്റെ പരാതിയിൽ 2 കെഎസ്ഇബി ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലൈൻമാൻമാരായ പ്രശാന്ത്, അനന്തു എന്നിവർക്കെതിരെയാണ് കേസ്. അതായത് ഈ വൈദ്യുതി വിച്ഛേദിക്കാൻ വന്ന ദിവസം അപമര്യാദയായി പെരുമാറി എന്നതാണ് മറിയത്തിൻ്റെ പരാതി. ഇവരുടെ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷമാണ് കേസ് ഇന്നലെ എടുത്തിരുന്നത്. അതിൽ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് റസാഖിൻ്റെ കുടുംബം പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിശദീകരണ പൊതുയോഗമായി കെഎസ്ഇബി രംഗത്ത് വന്നിരിക്കുകയാണ്. തങ്ങളുടെ ജീവന് സംരക്ഷണം വേണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ഇവിടെ പ്രതിഷേധിക്കുന്ന ആളുകൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങളുടെ ജീവന് സംരക്ഷണം വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ മക്കൾ നടത്തിയ അതിക്രമത്തിന്റെ പേരിൽ രക്ഷിതാക്കളെ ഇരുട്ടത്ത് നിർത്തുന്നത് നിയമപരമായി ശരിയാണോ? നിയമപരമായും ധാർമ്മികമായും ശരിയാണോ? നിയമപരമായും ധാർമ്മികപരമായും അതിൻ്റെ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കൺസ്യൂമർക്ക് കറണ്ട് കൊടുക്കുന്നതിന് ആ പ്രിമൈസസിൽ പോകാനും ആവശ്യം വന്നാൽ കട്ട് ചെയ്യാനും റീകണക്ട് ചെയ്യാനും അവിടെ വൈദ്യുതി അപകടമുണ്ടായാൽ ഉൾപ്പെടെ എത്തിച്ചേരാനുമുള്ള സൗകര്യമുണ്ടാകണം. അതിനുള്ള സാഹചര്യമുണ്ടാകണം. അങ്ങനെ സൗകര്യവും സാഹചര്യവും ഇല്ലാത്ത ഒരു ഹിസ്റ്ററിയുള്ള ഒരു കൺസ്യൂമറാണ് ഈ ബന്ധപ്പെട്ട ആൾ എന്നുള്ളത്. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഇതിനോടകം തന്നെ തിരുവമ്പാടി സ്റ്റേഷനിൽ ഉൾപ്പെടെയുണ്ട്. വൈദ്യുതി ബോർഡുമായിട്ട് യാതൊരു തരത്തിലും സഹകരിക്കാതെ ഉങ്കും അക്രമവും മാത്രം കാണിക്കുന്ന ഒരു കൺസ്യൂമർക്ക് എങ്ങനെയാണ് നമുക്ക് കറണ്ട് കൊടുക്കാൻ കഴിയുക? ആ ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ ധാർമ്മിക വശം പരിശോധിച്ചുകൊണ്ടാണ് സംസ്ഥാന വൈദ്യുതി ബോർഡ് ഇത് വിച്ഛേദിച്ചിരിക്കുക എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത്തരം അക്രമങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വൈദ്യുതി കൊടുക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ തൊഴിലാളികളുടെ പക്ഷം. ഈ ഓഫീസിൽ അതിക്രമം നടത്തിയ അജ്മലിനെയും ഷഹസാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു. അപ്പോൾ അവർ നടത്തിയതിൻ്റെ പേരിൽ വീട്ടിൽ വൈദ്യുതി കട്ട് ചെയ്യുക, രക്ഷിതാക്കളെ ഇരുട്ടത്തിരിക്കുക എന്ന് പറയുന്നത് ഏത് വിധത്തിലാണ് ശരി? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈദ്യുതി ബോർഡിലെ തൊഴിലാളികൾ അവർക്ക് അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കും മനുഷ്യാവകാശമുണ്ട്. അവരവരെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവിലെ ജോലിക്ക് വരുമ്പോൾ തിരിച്ച് അതുപോലെ വീട്ടിലെത്തേണ്ടതുണ്ട്. നിങ്ങൾ ഈ വന്നതുപോലെ നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ
നിയമം തന്നെ നോക്കി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നിയമത്തെ കയ്യിലെടുക്കണമെന്നും ഞങ്ങൾ പറയുന്നില്ല. ഏതൊരു സാഹചര്യത്തിലാണ് അത് ഉണ്ടായത് എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ ഏതോ ഒരു ചാനലിൽ അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നന്നായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ജയശങ്കർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കെതിരായിട്ട് ശക്തമായി ഞാൻ ചോദിക്കട്ടെ, ഒരു സത്യവാങ്മൂലം എഴുതി നൽകണം എന്ന് പറഞ്ഞിരുന്നല്ലോ. KSDBയുടെ പ്രത്യക്ഷ പ്രതിഷേധത്തിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും. തങ്ങൾക്ക് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് KSDBയുടെ അവകാശവാദം.